ദൈവത്താൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, ക്രിസ്മസ് നമ്മുടെ മുൻപിൽ ആസന്നമായിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഹോളി ഫയർ മിനിസ്ട്രിയോട് ചേർന്ന് നമ്മൾ മനോഹരമായിട്ട് ക്രിസ്മസിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പുതിയ ഒരു ദിവസത്തിലേക്കും ഒരുക്ക ശുശ്രൂഷയിലേക്കും എല്ലാവർക്കും സ്വാഗതം. മൂന്നാം ഘട്ടത്തിൽ ഇന്ന് നമ്മൾ വിചിന്തന വിഷയമാക്കുന്നത് കുറെ കൂടി ദൈവശാസ്ത്രപരമായി ആഴമുള്ള ഒരു വിഷയമാണ്. പരിശുദ്ധ അമ്മ ദൈവമാതാവ് എന്നുള്ളതാണ്. എപ്രകാരമാണ് പരിശുദ്ധ അമ്മ ദൈവമാതാവാകുന്നത്? ഇത് വളരെ ലളിതമായൊരു കാര്യമാണ്. ദൈവത്തിലെ രണ്ടാമത്തെ വ്യക്തിയായ, ത്രിത്വത്തിലെ രണ്ടാമത്തെ വ്യക്തിയായ ക്രിസ്തുവിൻ്റെ അമ്മയാകുന്നത് വഴിയാണ് അവൾ ദൈവമാതാവായി മാറുന്നത്. അതിനപ്പുറത്തേക്ക് പരിശുദ്ധ അമ്മ കുറെ കൂടി ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വ്യക്തി കൂടിയാണ്. പരിശുദ്ധ അമ്മയെ ഇപ്രകാരം അഭിസംബോധന ചെയ്യാറുണ്ട്, രാജ്ഞി എന്ന് വിളിക്കാറുണ്ട്. രാജ്ഞി. എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മ രാജ്ഞിയായി മാറുന്നത്? സോളമൻ രാജാവായിരിക്കുന്ന സമയത്ത് രാജ്ഞിയുടെ പദം അലങ്കരിച്ചത് സോളമന്റെ ഭാര്യയല്ല, മറിച്ച് സോളമന്റെ അമ്മയാണ്. അപ്പോൾ ഇസ്രായേലിൽ രാജ്ഞിയായി അറിയപ്പെടുന്നത് രാജാവിൻ്റെ അമ്മയാണ്. അതുകൊണ്ടാണ് ദാവീദിന്റെ പുത്രനായ സോളമന്റെ അമ്മ രാജ്ഞിയായി മാറുന്നു. അപ്പൊ ദാവീദിന്റെ വംശത്തിൽ വന്ന് പിറക്കുന്ന ദാവീദിന്റെ പുത്രനായ ക്രിസ്തുവിന്റെ അമ്മ രാജ്ഞി എന്നറിയപ്പെടുന്നു. മറ്റൊരു ചിന്ത ഇപ്രകാരമാണ്, അത് പരിശുദ്ധ അമ്മയ്ക്ക് ഇത്രമാത്രം പ്രാധാന്യം സ്വർഗം കൊടുക്കുന്നതിൻ്റെ കാരണം പരിശുദ്ധ അമ്മയിൽ വാഗ്ദാന പേടകത്തിൽ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. പരിശുദ്ധ അമ്മ പുതിയ വാഗ്ദാന പേടകമാണ് എന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് പഴയ നിയമ വാഗ്ദാന പേടകത്തിൽ ഉണ്ടായിരുന്നത്? ഹെബ്രായ ലേഖനത്തിലാണ് നമ്മൾ 3 കാര്യങ്ങൾ പഴയ നിയമ ജനതയെ ഏറ്റവും പൂജ്യമായി കരുതിയിരുന്ന കാനാൻ ദേശത്തേക്കുള്ള അവരുടെ യാത്രയിൽ അവരെ നയിച്ച ആ വാഗ്ദാന പേടകത്തിൽ അവർ സൂക്ഷിച്ച 3 കാര്യങ്ങളെക്കുറിച്ച് ഹെബ്രായ ലേഖന കർത്താവ് പറയുന്നു. അത് ഇതൊക്കെയാണ്. 1, അഹറോന്റെ തളിർത്ത വടി. എന്താണ് അഹറോന്റെ തളിർത്ത വടി? അഹറോന്റെ വടി തളിർക്കുന്നത് യഥാർത്ഥ പൗരോഹിത്യം അഹറോന്റേതാണ് എന്ന് സ്വർഗം സാക്ഷ്യപ്പെടുത്തിയതിൻ്റെ അടയാളമായിട്ടാണ്. നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്, അഹറോനെ പ്രധാന പുരോഹിതനായിട്ട് തെരഞ്ഞെടുത്തപ്പോൾ അത് ഇഷ്ടപ്പെടാതിരുന്ന കുറെ പേര് അഹറോനെതിരെ പരാതി ഉയർത്തുന്നു. മോശയുടെ അടുത്ത് പരാതിയുമായിട്ട് വരുന്നു. ആ അവസരത്തിൽ മോശ പറഞ്ഞു, നിങ്ങളുടെയൊക്കെ വടി ഇവിടെ കൊണ്ടുവരിക. വാഗ്ദാന പേടകം സമാഗമ കൂടാരത്തിൻ്റെ ഉള്ളിൽ അവരുടെ വടികൾ കൊണ്ടുവയ്ക്കുന്നു വാഗ്ദാന പേടകത്തിൻ്റെ മുൻപിൽ. പിറ്റേന്ന് പ്രഭാതത്തിൽ വടികൾ എടുത്ത് നോക്കുമ്പോൾ അഹറോന്റെ വടി മാത്രം തളിർത്ത് നിൽക്കുന്നത് കണ്ടു. അപ്പോൾ യഥാർത്ഥ പൗരോഹിത്യം അഹറോന്റേതാണ് എന്ന് വെളിപ്പെട്ട സ്വർഗം കൊടുത്ത അടയാളമായ അഹറോന്റെ തളിർത്ത വടി, അത് യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ അടയാളമാണ്. അത് വാഗ്ദാന പേടകത്തിൽ ഉണ്ടായിരുന്നു. രണ്ടാമതായിട്ട് സ്വർഗത്തിൽ നിന്നിറങ്ങിയ അവർക്ക് നൽകപ്പെട്ട അപ്പം, അത് മന്നയാണ്. മന്ന ഒരു സ്വർണ്ണ കലശത്തിലാക്കി അവർ വാഗ്ദാന പേടകത്തിൽ സൂക്ഷിച്ചിരുന്നു. മൂന്നാമത്തത് ദൈവം കൊടുത്ത വചനം, അത് കൽപ്പലകകളിൽ 10 കൽപ്പനകളാണ്. അത് വാഗ്ദാന പേടകത്തിൽ സൂക്ഷിച്ചിരുന്നു. അപ്പൊ ദൈവം കൊടുത്ത വചനം, സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പം, യഥാർത്ഥ പൗരോഹിത്യം, ഇത് 3ഉം വാഗ്ദാന പേടകത്തിൽ ഉണ്ടായിരുന്നു. പുതിയ നിയമജനത വാഗ്ദാന പേടകമായിട്ട് കരുതുന്നത് പരിശുദ്ധ അമ്മയെയാണ്. നമുക്കറിയാമല്ലോ, പരിശുദ്ധ അമ്മയുടെ ലുത്തിനിയയിൽ വാഗ്ദാനത്തിന്റെ പേടകമേ എന്നുള്ള അഭിസംബോധന ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വാഗ്ദാനത്തിന്റെ പേടകമായ, പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയിൽ ഈ 3 കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്താണ് ഈ 3 കാര്യങ്ങൾ? യഥാർത്ഥ പൗരോഹിത്യം അത് ക്രിസ്തുവിൻ്റെതാണ്. ആ ക്രിസ്തു കടന്നു വരുന്നത് പരിശുദ്ധ അമ്മയിലൂടെയാണ്. അവളിൽ ഉണ്ടായിരുന്നു. ആദ്യത്തെ സക്രാരി നീയേ മാതാവേ എന്ന വളരെ പ്രസിദ്ധമായ ഒരു പാട്ടുണ്ടല്ലോ, ആദ്യത്തെ സക്രാരി നീയാണ് മാതാവേ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഉള്ളിൽ ഈശോ ഉണ്ടായിരുന്നു. രണ്ടാമത്തത് വചനം മാംസമായി. വചനം ആദ്യത്തെ വാഗ്ദാന പേടകത്തിൽ വചനം ഉണ്ടായിരുന്നു. ഈ വചനം മാംസം ധരിച്ചത് അവളിലൂടെയാണ്. ക്രിസ്തു വചനം മാംസം ധരിച്ചത് അവളിലൂടെയാണ്. മൂന്നാമതായി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പം, മന്ന, അത് വാഗ്ദാന പേടകത്തിൽ ഉണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയിൽ
സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഉണ്ടായിരുന്നു. ഈശോ പറയുന്നുണ്ട്, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാണ്. അപ്പൊ ഈ 3 കാര്യങ്ങളും ക്രിസ്തുവിൽ സമ്മേളിക്കുമ്പോൾ, ആ ക്രിസ്തു അവളിലൂടെ കടന്നു വരുമ്പോൾ അവൾ ദൈവത്തിൻ്റെ മാതാവാവുക കൂടിയാണ്. വാഗ്ദാന പേടകമാകുന്നു, ദൈവത്തിൻ്റെ മാതാവ് കൂടി ആവുന്നു. അപ്പോൾ പരിശുദ്ധ അമ്മയെ സ്വർഗം മാനിക്കുന്നുണ്ട്. കത്തോലിക്ക സഭ ഒത്തിരിയേറെ മാനിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധ്യാന ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളെയും നമുക്ക് വേണ്ടി അമ്മയുടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയരുന്നുണ്ട്. അമ്മ പറഞ്ഞാൽ സ്വർഗം അതിന് ഉത്തരം നൽകും. ആമേൻ. നമുക്ക് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു. പാതാളത്തിലേക്ക് ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരു പരിശുദ്ധാത്മഗീതം ആലപിക്കാം. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ, സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ, അന്ധകാരവിരിപ്പുമാറ്റിടും ചന്തമേറുന്ന ദീപമേ, കേഴുവാത്മാവിലാശ വീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പന്തക്കുസ്ത പ്രാർത്ഥന നമ്മൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ എന്നിൽ വന്ന് നിറയണമേ. എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ. ക്രിസ്തുവിൻ്റെ ആത്മാവേ എന്നെ ചലിപ്പിക്കണമേ. ക്രിസ്തുവിൻ്റെ ആത്മാവേ എന്നിൽ നിറയണമേ. ക്രിസ്തുവിൻ്റെ ആത്മാവേ എന്നെ മുദ്രയടിക്കണമേ. പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ. പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ വിശ്വാസം, പ്രത്യാശ,
സ്നേഹം, പരിശ്രമശീലം, അനുസരണം എന്നീ പുണ്യങ്ങളാൽ എന്നെ നിറയ്ക്കണമേ. എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സ്വന്തമായി മുദ്ര കുത്തണമേ. അങ്ങനെ ഞാൻ ഈശോയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിക്കുവാൻ കൃപ തരണമേ. ആമേൻ. നമുക്ക് വിമല ഹൃദയ പ്രതിഷ്ഠ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ദൈവമാതാവും അമലോത്ഭവയുമായ പരിശുദ്ധ കന്യകയെ, ദൈവത്തിൻ്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അമ്മയെ എൻ്റെ മാതാവും രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു. പിശാചിനെയും അവൻ്റെ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും ഉപേക്ഷിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ അമ്മയുടെ വിമല ഹൃദയത്തിന് എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും അവയുടെ എല്ലാ കഴിവുകളോടും കൂടെ അമ്മയുടെ തിരുമുൻപിൽ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ സൽപ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും അവയുടെ എല്ലാ യോഗ്യതയും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ ബലികളോട് ചേർത്ത് ഞാൻ അമ്മയുടെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുന്നു. കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അമ്മയുടെ ഹിതാനുസരണം അവ വിനിയോഗിച്ചു കൊള്ളണമേ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യേശുവിൻ്റെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ തിരുരക്തമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.